നമസ്കാരം. മാക്സിന്റെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണ എന്നാണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന കാര്യം വരെ നമ്മൾ കണ്ടുപിടിച്ച് നിർത്തിയിരുന്നു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യൂണിറ്റ് സെല്ലിന്റെ ഡയമെൻഷൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ആ കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. സോ കാൽക്കുലേഷൻസ് ഉദ്ദേശിക്കുന്ന സത്യം പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യം ഉപയോഗിച്ചാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ്ലി നമുക്കൊരു കാര്യം നോക്കാനുള്ളത്, ഈ ഒരു കാൽക്കുലേഷൻ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വോളിയം ഓഫ് എ ക്യൂബ്, എന്താണ് ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത്? അതിന്റെ സൈഡിന്റെ ക്യൂബ് ആയിരിക്കും അല്ലെ. സൈഡിന്റെ ക്യൂബിനെയാണ് നമുക്കൊരു ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ക്യൂബ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഒരു ടേം കൂടെ ഉപയോഗിക്കാം. യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ടേം നമ്മളിവിടെ യൂസ് ചെയ്യാം. വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ. ഓക്കെ, നമ്മൾ ആ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മാസ് ഓഫ് എ യൂണിറ്റ് സെൽ. അപ്പൊ നമ്മളൊരു യൂണിറ്റ് സെല്ലിന്റെ മാസ് ആണെന്നുണ്ടെങ്കിൽ, which means the mass of unit cell is equal to number of atoms into number of atoms in each unit cell into mass of each atom. അതായത് ഓരോ ആറ്റത്തിന്റെ മാസിനെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് ആ യൂണിറ്റ് സെല്ലിന്റെ മാസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കൊരു കാര്യം കൂടി നമുക്കറിയാം. വി ആർ ഡിഫൈനിങ് സം അതർ ടേംസ്. അതായത് m is equal to സ്മോൾ m എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ മാസ് ആണ്. ഒരു ആറ്റത്തിന്റെ മാസ് ആണ് നമ്മൾ പറയുന്നത്. ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ m ബൈ m. അതായത് ഒരു ആറ്റത്തിന്റെ മാസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ മാസ് ഓഫ് ഈച്ച് ആറ്റം ഞാൻ പറഞ്ഞു. സോ മാസ് ഓഫ് ഈച്ച് ആറ്റം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? മോളാർ മാസിനെ Na എന്ന് പറയുന്ന ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Na is the Avogadro's number. Its value is equal to 6.022 into 10 raised to 23. ആ വാല്യൂ നമുക്കറിയാം. ഓക്കെ, m by na എന്ന് പറയുന്ന കാര്യവും ഞാൻ എഴുതിയിട്ടുണ്ട്. m by na എന്ന് പറയുന്നത് 6.022 into 10 raised to 23 ആണ്. സോ ആ ഒരു കാര്യവും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഡെൻസിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു, വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? a ക്യൂബ് ആണ്. ഓക്കെ, അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. ഈ കാര്യം നമുക്കറിയാം. ഓക്കെ, സോ ബാക്കിയുള്ളത് ഞാൻ റബ് ഓഫ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് m by n എന്ന് പറയുന്ന കാര്യം അറിയാം, n എന്താണെന്ന് അറിയാം, v is equal to a ക്യൂബ് എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം. സോ നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം. സോ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ M അല്ല എഴുതുക, നമ്മൾ സ്മോൾ m ആണ്. m by സ്മോൾ m എഴുതാൻ പറ്റില്ല. എന്താണ്? ഒരു കാര്യം കൂടി നമുക്ക് ആവശ്യമാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മാസ് എന്തായിരിക്കും? നേരത്തെ കണ്ടുപിടിച്ച മാസ് എന്ന് പറയുന്നത്, നേരത്തെ കണ്ടുപിടിച്ച ഒരു ഡെഫിനിഷൻ നമ്മൾ എഴുതിയില്ലേ? മാസ് ഓഫ് ഈച്ച് ആറ്റം എന്ന് പറയുന്നത് മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു മാസ് ഓഫ് ഈച്ച് എലമെന്റ്. അതിൽ മാസ് ഓഫ് ഈച്ച് എലമെന്റ് നമ്മൾ എഴുതി അല്ലേ. ഇനി നമ്പർ ഓഫ് ആറ്റംസ് കൂടി ഞാൻ എഴുതുകയാണ്. Z എന്നാണ് നമ്പർ ഓഫ് ആറ്റംസ്. Z വാല്യൂ എന്തൊക്കെ വരും? Z ഈക്വൽ ടു 1 വരാം. Z ഈക്വൽ ടു, അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് എഴുതാം, Z ഈസ് ഈക്വൽ ടു 1 2 4. എങ്ങനെയൊക്കെ ആയിരിക്കും? ഇത് സിമ്പിൾ ക്യൂബിക് ആണ്, ഇത് ബോഡി സെന്റേർഡ് ക്യൂബിക്, ഇത് ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഓക്കെ, ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണെങ്കിൽ ഇത്, ബോഡി സെന്റേർഡ് ക്യൂബിക് ആണെങ്കിൽ ഇത്, സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ഇത്. ഡിവൈഡഡ് ബൈ മാസ് ബൈ വോളിയം. വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഇനി എന്തിന്റെയൊക്കെ ഇക്വേഷൻ അറിയാം? നമുക്ക് എവിടെയൊക്കെ ഇക്വേഷൻസ്, നമുക്ക് രണ്ട് ഇക്വേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. m ന്റെ വാല്യൂ അറിയാം, v യുടെ വാല്യൂ അറിയാം. ഓക്കെ, സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് d is equal to m ന്റെ വാല്യൂ എന്താണ്? ക്യാപിറ്റൽ m by na into v യുടെ വാല്യൂവിന് പകരം a ക്യൂബ് into z. സോ this will be the final equations for നമ്മുടെ ഡെൻസിറ്റി കാൽക്കുലേഷൻ. അതായത് ഡെൻസിറ്റി is equal to മോളാർ മാസ് m into number of atoms divided by Avogadro number into എഡ്ജിന്റെ ക്യൂബ്. ഈ ഒരു സിമ്പിൾ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ ഈസ് സംവാട്ട് വെരി ഇമ്പോർട്ടന്റ്. സോ അത് മനസ്സിലാക്കുക. ഇത് വെച്ചിട്ട് നമുക്കൊരു 3 പ്രോബ്ലംസ് നമുക്ക് ടെക്സ്റ്റിലുണ്ട്, നമുക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ,
So we have the first problem. എന്താണ് example 1.3 ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് BCC എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ഓക്കേ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് example 1.3 നിങ്ങൾ നോക്കുക. BCC എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ഓക്കേ, തന്നിരിക്കുന്ന സെല്ലിന്റെ എഡ്ജ് യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് 288 പൈക്കോമീറ്റർ ആണ്. ഓക്കേ, ഡെൻസിറ്റി തന്നിരിക്കുന്നത് 7.2 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഒരു ആറ്റത്തിനകത്ത് അത് ആ ഇരിക്കുന്ന എലമെന്റ് 208 ഗ്രാം ആ എലമെന്റ് നമ്മൾ എടുത്താൽ, അതായത് നമ്മൾ ആ എലമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് 208 ഗ്രാം എടുത്താൽ നമുക്ക് എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എന്താണ് അനാലിസിസ് ചെയ്തു. ഓക്കെ, BCC സ്ട്രക്ചർ ആണ്. BCC നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ്. എന്താണ് BCC എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എത്ര ആറ്റംസ് ഉണ്ടാവും. BCC എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിന്റെ എണ്ണം എത്ര ആയിരിക്കും. Z എന്ന് പറയുന്ന വാല്യൂ എത്ര ആയിരിക്കും. Z എന്ന് പറയുന്നത് 2 ആണ്. ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യം കേട്ടോ. നമ്മളൊരു ബോക്സ് വരച്ചിട്ടിരിക്കുകയാണ്. Z is equal to 2. ഇനി അടുത്ത നമുക്ക് ഡയമെൻഷൻ തന്നിരിക്കുന്ന A എന്ന് പറയുന്നത് 287 പൈക്കോമീറ്റർ ആണ്. അതായത് A എന്ന് പറയുന്നത് 288 പൈക്കോമീറ്റർ. പൈക്കോമീറ്ററിനെ മുകളിലോട്ട് മാറി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 288 × 10⁻⁻12 മീറ്റർ. അല്ലെങ്കിൽ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ 10⁻⁻10 സെന്റിമീറ്റർ. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒന്നുകൂടെ എഴുതാൻ 2.88 × 10⁻⁻8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്കറിയാം. വോളിയം എന്ന് പറയുന്നത് A ക്യൂബ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.88 × 10⁻⁻8 ദി ഹോൾ ക്യൂബ് സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.39 × 10⁻23 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് അല്ലേ. ഒരു ക്യൂബിന്റെ വോളിയം എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഈ ഒരു വാല്യൂ ആണ്. 2.39 × 10⁻23 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് മാസ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ആ വോളിയം എന്തായിരിക്കും? ടോട്ടൽ 208 ഗ്രാം ഒബ്ജക്റ്റിനകത്തുള്ള വോളിയം ആയിരിക്കും. 208 ഗ്രാമിന്റെ വോളിയം ഉണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ക്യൂബിന്റെ വോളിയമാണ്. ഇവിടെ 208 ഗ്രാമിന്റെ വോളിയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ. അതായത് മാസ് ഈസ് ഈക്വൽ, അതായത് വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. മാസ് എത്ര ഉണ്ട്? 208 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി 7.2. ദാറ്റ് ഗിവ്സ് us approximately 28.88 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, നമുക്ക് ഈ രണ്ട് കാര്യം കിട്ടി. അതായത് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇതാണ്, ഒരു ആറ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത് ഇതാണ്. സിംപിളി ഒരു ആറ്റത്തിന്റെ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയമാണ്, ഒരു ആറ്റത്തിന്റെ വോളിയം അല്ല കേട്ടോ. ഒരു ആറ്റത്തിന്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ ഇരട്ടി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് എത്ര ആറ്റംസ് ഉണ്ടെന്ന് എനിക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ ഇതിനെ ഈ ഇരിക്കുന്ന വാല്യൂവിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തത്. കാരണം ടോട്ടൽ വോളിയം ചെയ്തുകൊണ്ട് ഒരെണ്ണത്തിന്റെ വോളിയം ഉണ്ട്. സോ നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു 28.88 ഡിവൈഡഡ് ബൈ 2.39 × 10⁻⁻23. അപ്പൊ എത്ര ആറ്റംസ് എന്ന് കിട്ടും നമുക്ക്? 12.08 × 10⁻23 ആറ്റംസ്. അത്ര ആറ്റംസ് അല്ല, അത്ര യൂണിറ്റ്സ് അല്ലെന്ന് കിട്ടും. അത്ര യൂണിറ്റ്സ് അല്ലെന്നാണ് കിട്ടുന്നത്, അത്ര ആറ്റംസ് ഒന്നല്ല കേട്ടോ. അപ്പൊ അത്ര എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു? നമ്മൾ പറഞ്ഞു BCC സ്ട്രക്ചർ ആണ്. ഇസഡിന്റെ വാല്യൂ 2 ആണ്. സോ BCCയിൽ ടോട്ടൽ എഫക്റ്റീവ്ലി ഒരു യൂണിറ്റ് സെല്ലിൽ 2 ആറ്റംസ് ഉണ്ട് അല്ലെ. അപ്പം ഇത്ര യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? ഇതിന് ഇരട്ടി ഉണ്ടാവും. സോ number of atoms is equal to number of atoms അല്ല, ഇവിടെ number of units അല്ല. ഓക്കെ, number of units എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. സോ we will be having number of atoms is equal to 2 × 12.08 × 10⁻23. that gives us 24.16 × 10⁻23 atoms. സോ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷെ ഇനിയുള്ള പ്രോബ്ലംസിൽ നമ്മൾ അത് ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? എയുടെ വാല്യൂ എടുത്തു. സോ വി വിൽ കൺവേർട്ട് ദ പൈക്കോമീറ്റർ ഇൻടു സെന്റിമീറ്റർ. ദെൻ വി ഫൗണ്ട് ദ വോളിയം ബൈ യൂസിങ് A ക്യൂബ് ഫോർമുല. നമ്മൾ അത് വോളിയം കണ്ടുപിടിച്ചു. അതുപോലെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞ കാര്യം അറിയാം. സോ നമ്മൾ അതിൽ നിന്ന് വോളിയം കണ്ടുപിടിക്കുമ്പോൾ 208 ഡിവൈഡ് ബൈ 7.2 gives us 28.88 സെന്റിമീറ്റർ ക്യൂബ്.
then number of unit cell is equal to 28.88 divided by 2.39 into 10 raised to 23. Okay, that gives us 12.08 into 10 raised to 23 unit cells. Now we multiply the 12.08 into 10 raised to 23 by 2. അതായത് z ന്റെ വാല്യൂ 2 ആയതുകൊണ്ടാണ്. So we will got 24.16 into 10 raised to 23 atoms. So first problem എന്താണെന്ന് നോക്കി ഇത് ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. Now we will be going to the second problem. So we will have the next problem on the board. Example 1.4 ആണ്. Question തന്നിരിക്കുന്ന phase centered cubic ആണ് അല്ലേ? Phase centered cubic ആണ്. A എന്ന് പറയുന്നത് 3.608 into 10 raised to minus 8 centimeter ആണ്. 6.608 into 10 raised to minus 8 centimeter. Then we will have the density is equal to 8.92 gram per centimeter cube. So നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഒരു എന്ത് ആറ്റം ആണെന്ന് കോപ്പർ ആറ്റം ആണെന്ന് തന്നിട്ടുണ്ട്. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോപ്പറിന്റെ അറ്റോമിക് മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കോപ്പറിന്റെ അറ്റോമിക് മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഈ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഫോർമുലയാണ് നേരത്തെ പഠിച്ചിരുന്നത്? നമ്മൾ പഠിച്ചിരുന്ന ഫോർമുല എന്ന് പറയുന്നത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു Z ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ Na ഇൻറ്റു A ക്യൂബ് അല്ലേ? നമ്മൾ ആ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചത്. സോ നമുക്ക് ഓരോ ടേം ആയിട്ട് എഴുതാം. FCC എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, ഫേസ് സെന്റർഡ് ക്യൂബിക് ആണ്. എഫക്റ്റീവ്ലി Z എത്ര എന്ന് പറയുന്നത് എത്ര ആയിട്ട് വരും? നമുക്ക് 4 ആയിട്ട് വരും അല്ലേ? ഫേസ് സെന്റർഡ് ക്യൂബിക് ആണ്. സോ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. സോ നമുക്ക് ഇനി മോളാർ മാസ് ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. മോളാർ മാസ് നമുക്ക് അറിയത്തില്ല. ഓക്കെ, വി ഹാവ് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സോ 8.92 gram per centimeter cube. സോ വി ഹാവ് ദ ഡെൻസിറ്റി ടു. നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അടുത്തത് എന്തുണ്ട്? അവഗാഡ്രോ നമ്പർ Na. അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 into 10 raised to 23. സോ നമുക്ക് ആ ഒരു വാല്യൂ ഉണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ അറിയാം. ഈ ഒരു വാല്യൂ നമുക്കറിയാം. അതായത് A ക്യൂബ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? A ക്യൂബ് എന്ന് പറയുന്നത് 3.608 into 10 raised to minus 8 ന്റെ ഹോൾ ക്യൂബ് ആണ് അല്ലേ? അതായത് 3.608 the whole cube into 10 raised to minus 24. minus 8 ന്റെ ഹോൾ ക്യൂബ് ആണ് 10 raised to minus 24. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡെൻസിറ്റി ഉണ്ട്. ഓക്കെ, അവഗാഡ്രോ Z ഉണ്ട്, അവഗാഡ്രോ നമ്പർ ഉണ്ട്, A ക്യൂബ് ഉണ്ട്. സോ നമുക്ക് ഒരൊറ്റ അൺനോണേ ഉള്ളൂ. എന്താണ്? മോളാർ മാസ്. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്? ഈ ഇരിക്കുന്ന മോളാർ മാസിനെ ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും ഒപ്പം അടുത്ത സൈഡിൽ കൊണ്ടുവരാം. സോ വി ഹാവ് മോളാർ മാസിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഡിവൈൻ ചെയ്ത് കഴിഞ്ഞാൽ D ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു A ക്യൂബ് ദി ഹോൾ ഡിവൈഡഡ് ബൈ സ്മോൾ z. ദാറ്റ് ഈസ് D എന്ന് പറയുന്നത് എത്രയാണ്? 8.92 ഇൻറ്റു 6.022 into 10 raised to 23 into 3.608 into whole cube into 10 raised to minus 24 the whole divided by എത്ര ആയിരിക്കും? 4 അല്ലേ? ഫേസ് സെന്റർഡ് ക്യൂബിക് ആണ്. സോ നമ്മൾ 4 ആറ്റംസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തു. സോ നമ്മൾ എന്താണ്? നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ചും കൂടി പറ്റും. അതിനുശേഷം കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 10 raised to 23 10 raised to minus 24 10 raised to minus 20 10 raised to 23 10 raised to minus 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we will be getting ആ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. 10 raised to 23 into 10 raised to minus 24 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 10 raised to minus 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്താൽ നമ്മൾ ബാക്കിയുള്ളതും കൂടി സോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ 10 raised to minus 1 നമ്മൾ കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അത് മൾട്ടിപ്ലൈ ചെയ്തു. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 63.1 യൂണിറ്റ് ആണ്, അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്ത് കറക്റ്റ് ആൻസർ ആയിരിക്കും കിട്ടുക. സോ ഇത് സോൾവ് ചെയ്ത് പഠിക്കണം. ഡു ഇറ്റ് ആസ് ആൻ അസൈൻമെന്റ്. ട്രൈ ടു സോൾവ് ദിസ് പ്രോബ്ലം. എങ്കിൽ മാത്രമേ എന്താണ് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണോ എന്നൊരു ഐഡിയ കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 63.1 ആണ്. സോ ബാക്കിയുള്ള ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന കാര്യം ഇത് ഫസ്റ്റ് പ്രോബ്ലം ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം ആണിത്. മറ്റേന്ന് പറഞ്ഞൊരു സാമ്പിൾ പ്രോബ്ലം ആണ്. ബട്ട് അതൊരു എന്താണ് കുറച്ചും കൂടി ആലോചിച്ച് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. ബട്ട് യു ഹാവ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്. നമുക്ക് അതും കൂടി എന്താണെന്ന് നോക്കാം. So we have the next problem on the board. So ഇത് കുറച്ചും കൂടി ഡയറക്റ്റ് ആണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. എന്താണ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാലും കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് CCP എന്നാണ്. നമ്മൾ FCC പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ ക്യൂബിക് പഠിച്ചിട്ടുണ്ട്, SC പഠിച്ചിട്ടുണ്ട്, BCC പഠിച്ചിട്ടുണ്ട്. എന്താണ് CCP? ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. അപ്പോൾ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ
ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്. അത് ആദ്യം തന്നെ ഓർത്ത് വെച്ചിരിക്കുക. CCP എന്ന് പറയുന്നത് is equal to ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഇവിടെയും എന്താണ് Z എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ ഒരു കാര്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല എന്താണ് സാധനം, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല. സോ നമുക്ക് ഇക്വേഷൻ എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സ്മോൾ z ഇൻറ്റു m ഡിവൈഡഡ് ബൈ na ഇൻറ്റു a ക്യൂബ് അല്ലേ? നമുക്ക് സ്മോൾ z എത്ര ഉണ്ടെന്ന് അറിയാം, സ്മോൾ z ന്റെ വാല്യൂ അറിയാം, m ന്റെ വാല്യൂ അറിയാം 107.9. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ വാല്യൂസ് എടുത്ത് z ന്റെ വാല്യൂ 4, m ന്റെ വാല്യൂ 107.9. ഓക്കെ, അത്രയും യൂണിറ്റ് ആണ്. സോ na എന്ന് പറയുന്നത് എത്രയാണ്? 6.022 into 10 raised to 23. We have a cube. എങ്ങനെ കണ്ടുപിടിക്കാം? a cube എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് എത്രയാണ്? 408.6 പൈക്കോമീറ്റർ ആണ്. സോ സിൻസ് യൂണിറ്റ് നമുക്കൊന്നും പ്രത്യേകിച്ച് എന്താണ് മീറ്ററിലിട്ട് ചെയ്യേണ്ടതൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം മീറ്ററിലിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫൈനൽ ആൻസർ നമുക്ക് മീറ്റർ തന്നെ കിട്ടും. ഓക്കെ, തിരിച്ച് നമുക്ക് വേണമെങ്കിൽ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ നമ്മൾ ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. കാരണം നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. കിലോഗ്രാമിൽ അല്ലെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബിൽ നമുക്ക് കണ്ടുപിടിക്കാം. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്നല്ല, ഗ്രാം പെർ മീറ്റർ ക്യൂബിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഏത് യൂണിറ്റാലും കുഴപ്പമില്ല. അത് എന്താണ് ആൻസർ ഫൈനൽ ആൻസറിൽ റിഫ്ലക്ട് ചെയ്തില്ല. കാര്യം 10⁻³ 10⁻⁻² അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഫൈനൽ വാല്യൂ കറക്റ്റ് ആയിരിക്കും. സോ എഴുതുന്ന യൂണിറ്റും നിങ്ങളുടെ വാല്യൂ കറക്റ്റ് ആയിരിക്കും, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോൾ എന്താണ് 408? സോ വി വിൽ ഗെറ്റ് 408.6 into 10⁻⁻12 meter. That is equal to 4.086 into 10⁻⁻10 meter. അല്ലേ? ഓക്കെ സോറി. ഓക്കെ, നമ്മൾ ആ കാര്യം എഴുതി. ഓക്കെ, നമ്മുടെ എയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? അപ്പോൾ നമുക്ക് a ക്യൂബ് എങ്ങനെ എഴുതാം? 4.086 into അതിന്റെ ക്യൂബ് ഇൻറ്റു 10⁻⁻10 ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ അത്രയും മീറ്റർ. അപ്പോൾ 10⁻⁻30 മീറ്റർ ഒന്നും കിട്ടും അല്ല, മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ഡെൻസിറ്റിക്ക് എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂസ് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ വി വിൽ ബി ഗെറ്റിംഗ് ഡെൻസിറ്റി Z is equal to 4 into molar mass is 107.9 the whole divided by 6.022 into 10⁻23 into ഈ വാല്യൂ, അതായത് 4.086 ന്റെ ഹോൾ ക്യൂബ് ഇൻറ്റു 10⁻⁻30 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു വലിയ മൈനസ് ഉണ്ടാവും. മൈനസ് എന്താണ്? പവറിൽ മൈനസ് ഉണ്ടാവും. സോ ഫൈനൽ ആൻസർ മൈനസ് ഒന്നും ഉണ്ടാകത്തില്ല. സോ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഐ എം റെപ്പിംഗ് ഓഫ് ദിസ് ഫയൽ. അപ്പോൾ നമ്മൾ ആ ഫോമിലെല്ലാം കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വിശ്വസിക്കുന്നു. സോ ഈ ഒരു പോർഷൻ ഞാൻ റെപ്പ് ചെയ്യാണ്. സോ ദ ഫൈനൽ ആൻസേഴ്സ് ബിക്കം, നമുക്ക് ഫൈനൽ ആൻസർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കുക. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന യൂണിറ്റിൽ ആയിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നത് കറക്റ്റ് ഈ ഒരു കാര്യം സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഗ്രാം പെർ മീറ്റർ ക്യൂബിലായിരിക്കും നമുക്ക് ഈ ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന്റെ കാര്യം വെച്ചുകൊണ്ട് പറയുകയാണ്. ഡെൻസിറ്റിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്, ഈ 3 വാല്യൂസിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇരിക്കുന്ന വാല്യൂവിനെ 10⁻³ കൊണ്ട് -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇതിനെ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് ആയിരിക്കും. അതല്ല എന്നുള്ള സമയത്ത് ഇത് ഇങ്ങനെ കിട്ടുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും കിട്ടുന്നതെങ്കിൽ ഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുക. ഇനി മീറ്റർ ക്യൂബ് സെന്റിമീറ്റർ ക്യൂബ് മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ നിങ്ങൾ ഒന്നുകിൽ ഈ യൂണിറ്റ് ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കണക്ക് ഇതിനെ സെന്റിമീറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4.086 into 10⁻⁻, അതിന്റെ ക്യൂബിനെ 10⁻⁻24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ. ഇത് സെന്റിമീറ്റർ ക്യൂബിലാണ്. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 2 യൂണിറ്റിലായിരിക്കും അല്ലെ? അതായത് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ഇതെന്താണ്? 10⁻⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല മീറ്ററിൽ ഇട്ടു, 10⁻⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല സെന്റിമീറ്ററിൽ ഇട്ടു, 10⁻⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു സെന്റിമീറ്ററിൽ ഇട്ടില്ല.
10 raised to minus 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യം ചിന്തിക്കുക. സോ ദ ഫൈനൽ ആൻസർ ബിക്കംസ് ഞാൻ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് 10.5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കുക, നമ്മൾ ഇതുപോലുള്ള ആറ്റംസ് ആണ് നമ്മൾ എന്താണ് ഈ നമ്മുടെ എലമെന്റ്സ് ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിറ്റ് എന്ന് പറയുന്നത് 7.2, 6.5, 8.8, 10.5, 11.5 ആ റേഞ്ച് വരത്തുള്ളൂ. ഇവിടെ 10 raised to minus എന്ന് പറഞ്ഞ് വരത്തില്ല. ചില സ്പെഷ്യൽ കേസുകൾ ഞാൻ പറഞ്ഞത് എന്താണ് മെറ്റൽസിന്റെ കേസിലാണ് പറഞ്ഞത്. നോൺ മെറ്റൽസിന്റെ കേസിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. ചിലപ്പോൾ ഹയർ ഡെൻസിറ്റി കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. മെർക്കുറിക്കൊക്കെ ഹയർ ഡെൻസിറ്റി ആണ്, അത് നല്ല ഓർഡർ പോകും. പക്ഷെ അല്ലാത്ത പക്ഷം എന്താണ് എല്ലാം ലോ ഓർഡറിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു. ഈ പ്രോബ്ലംസ് എല്ലാം ഒന്നുകൂടി ചെയ്ത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. പ്രോബ്ലംസ് എല്ലാം ചെയ്ത് ഒന്നുകൂടി ചെയ്ത് പഠിച്ച് അസൈൻമെന്റ് ആയിട്ട് കാണാതെ എഴുതി നോക്കി തന്നെ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. സബ്മിറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വിശ്വസിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ കെമിസ്ട്രി ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.